വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാകും. വളരെ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു പൈനാപ്പിൾ ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ 2-3 ഐസ്ക്രീമിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീം റെസിപ്പിയാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഐസ്ക്രീമാണ് പൈനാപ്പിൾ ഐസ്ക്രീം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു കപ്പ് പൈനാപ്പിൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ അമൂലിൻ്റെ ഒരു പാക്കറ്റ് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. 250 ml വിപ്പിംഗ് ക്രീമാണ്. ഇനി വിപ്പിംഗ് ക്രീം തന്നെ വേണമെന്നില്ല, ഫ്രഷ് ക്രീം എടുത്താലും മതി. ഇനി ഞാനത് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി നല്ല സ്റ്റിഫാകുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ക്രീം നന്നായി സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നേരത്തെ അരച്ച് വെച്ച ആ പൈനാപ്പിളിൻ്റെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനതിലേക്ക് 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനതിലേക്ക് 1 ടിൻ മിഠായി മേറ്റ് 400 ഗ്രാമിൻ്റെ 1 ടിൻ മിഠായി മേറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് പകരം മിൽക്ക് മെയ്ഡോ കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്ത് കൊടുക്കാം. വേറെ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നതില്ല. അതിനുശേഷം കുറച്ച് യെല്ലോ കളർ ചേർക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി വീണ്ടും മിക്സ് ചെയ്യാം. നമ്മുടെ ഐസ്ക്രീമിന് ചെറിയൊരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയാണ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നത്. ഓപ്ഷണൽ, തികച്ചും ഓപ്ഷണലാണത്. ഇപ്പോൾ നമ്മുടെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ട്രേയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റി വയ്ക്കാം. ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി ഒരു 8 മണിക്കൂറെങ്കിലും നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്കൂപ്പ് ഔട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഐസ്ക്രീം അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഐസ്ക്രീം റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്. താങ്ക്